ഓ ഉമ്മമാരെ, നമ്മുടെ വീടുകളിൽ സുബ്ഹാനല്ലാഹ് മരിച്ചവരെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഇടക്കിടക്ക് മരിച്ചവരുടെ പേരിൽ യാസീനോ തോതളോ. എന്തേ കാരണം? ഓതിയില്ലെങ്കിൽ റൂഹാനി വരൂന്ന് പേടിച്ചിട്ടല്ല. ഈ അടുത്തിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഞങ്ങളെ വീട്ടിലൊരു മരണം സംഭവിച്ചു, ആ വീട് വിൽക്കാൻ വേണ്ടി നോക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ ഇത്രയും പെട്ടെന്ന് മരിച്ച ഉടനെ വീട് വിൽക്കാൻ നോക്കണത്? അപ്പ പറഞ്ഞു, ആരോ പറഞ്ഞു റൂഹാനിയുടെ ഷർറുണ്ടാകും. എന്ത് റൂഹാനി? എന്ത് റൂഹാനി? റൂഹാനി ഇല്ലാതല്ല ഞാൻ പറഞ്ഞത്. ഇസ്മാഈലുൽ ഹിക്കിൽ ബറൂസമി തങ്ങൾ പറഞ്ഞു, റൂഹാനി നിറഞ്ഞ അതേ മരിച്ച മയ്യത്തിന്റെ റൂഹ് മനുഷ്യന്റെ ദേഹത്ത് ഇങ്ങനെ പതഞ്ഞിട്ട് വട്ടം കറക്കാനല്ല. റൂഹാനി റൂഹാനി എന്ന് പറഞ്ഞാൽ പല സൈസും ഉണ്ട്. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. മലക്കുകളെ കുറിച്ച് റൂഹാനി എന്ന് പറയൂ. ഇതുപോലെ തന്നെ അതേ നല്ല നല്ല ജിന്നുകളെ കുറിച്ച് റൂഹാനി എന്ന് പറയൂ. ഇതുപോലെ പിശാചുക്കളെ കുറിച്ച് റൂഹാനി എന്ന് പറയൂ. അല്ലാതെ മരിച്ച മയ്യത്തിന്റെ ഇങ്ങനെ റൂഹ് ഇങ്ങനെ വന്നിട്ട് സുബ്ഹാനല്ലാഹ് വീട്ടിലുള്ള ആളുകളെ ഇങ്ങനെ വട്ടം കറക്കാണ്. ഇതിന്റെ അർത്ഥം സ്വാലിഹീങ്ങളുടെ റൂഹ് വരൂല എന്നല്ലോ. മഹാന്മാരായ അമ്പിയാക്കളുടെ പരിശുദ്ധമായ അർവാഹ്, സ്വാലിഹീങ്ങളുടെ അർവാഹിനെല്ലാം വലിയ മഹത്വമുണ്ട്. അവരോട് അതിനോട് കാവൽ ചോദിക്കലും ഉണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതേ സമയത്ത് ഞാൻ പറയുന്നത് റൂഹാനിയുടെ ഷർറുണ്ടാകുമെന്ന് പേടിച്ചിട്ടല്ല, മറിച്ച് ജീവിച്ചിരിപ്പുള്ളവർ അവരുടെ വീടുകളിൽ കഴിയുമ്പോൾ മരിച്ചവരെ എപ്പോഴും ഓർത്ത് അവർക്ക് വേണ്ടി ഇടക്കിടക്ക് പലതും ഓതി ഹദിയ ചെയ്യണം. എന്തേ കാരണം? അത് ജീവിച്ചിരിപ്പുള്ളവർ മരണപ്പെട്ടവർക്ക് നൽകുന്ന സമ്മാനമാണ്. ആ രൂപത്തിലാണ് മാതാപിതാക്കളെ എപ്പോഴും ഓർക്കേണ്ടത്. ഇത് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞ കൂട്ടത്തിൽ അവസാനം പറഞ്ഞു, വഖില്ലത്തുൽ കിറാം, മാന്യന്മാരെ പറ്റേ കുറഞ്ഞു പോകൂ. മാന്യന്മാരെ കാണാൻ പ്രയാസമാണ്. ഇല്ല നല്ല ഉണ്ട്, പക്ഷെ കുറവാണ്. പഴയ കാലം അപേക്ഷിച്ച് നോക്കുമ്പോൾ മാന്യന്മാർ അതേ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ പറ്റേ കുറഞ്ഞു പോകും. ഇതുപോലെ താന്തോന്നികൾ കൂടി പോകുന്ന കാലമാണ്. പലതും ഇങ്ങനെ കാട്ടി നടക്കുന്ന കാലം. കയ്യിലൊരു യന്ത്രമുണ്ടായാ മതി, ധാരണ വീട്ടിന്റെ അടുക്കള വരെ പലർക്കും കാണിക്കാമെന്നാണ്, ബെഡ്റൂം വരെ പലർക്കും കാണിക്കാമെന്നാണ്, പലർക്കും പല സർപ്രൈസും കാണിച്ചിട്ട് നടക്കാമെന്നാണ്. ആകെ ഒരു ക്യാമറ മുന്നിലുണ്ടായാ മതി. ആ രൂപത്തിൽ കണ്ടില്ലേ താന്തോന്നികൾ അധികരിക്കുന്ന കാലം ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അബ്ദുല്ലാഹിബ്നു സലാം തങ്ങളോട് ചോദിക്കാണ്, ഒന്നാമത്തെ ഖിയാമത്ത് നാളിന്റെ അടയാളം എന്താണ്? അവർ വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ചോദ്യം എന്താണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വർഗ്ഗത്തിലെത്തിയാൽ ആദ്യമായി കിട്ടുന്ന ഭക്ഷണം എന്താണ്? മൂന്നാമത്തെ ചോദ്യം എന്താണ്? ചില ഉമ്മമാര് മക്കൾക്ക് ജന്മം നൽകിയാൽ അതേ ചില കുട്ടികൾ ബാപ്പാന്റെ രൂപാണ്, വേറെ ചില കുട്ടികൾ ഉമ്മാന്റെ അതേ കോപ്പിയാണ്, സെറോക്സ് ആണ്. അതെന്തേ അങ്ങനെ വരാനുള്ളത്? ഈ മൂന്ന് ചോദ്യങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം അതൊരു തീയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറുപടി അതേ അബ്ദുല്ലാഹിബ്നു സലാം, സ്വർഗ്ഗത്തിലെത്തിയാൽ ആദ്യമായി കിട്ടുന്ന ഭക്ഷണം മത്സ്യത്തിന്റെ കരളാണ് കേട്ടോ. ഇനി മൂന്നാമത്തത് ചില മക്കള് ബാപ്പാനെ പോലെ കാണും, വേറെ ചില മക്കൾ ഉമ്മാനെ പോലെ കാണും. അതേ ആരുടെ ഇന്ദ്രിയമാണോ കൂടുതൽ മുൻകടക്കുന്നത് അവരുടെ കോലത്തിലാണ് മക്കൾ വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും മറുപടി നൽകിയപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നു.
ഉടൻ തന്നെ പറഞ്ഞു അഷ്ഹദു അന്നക റസൂലുള്ളാഹി ഹഖ്ഖാ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നബിയെ, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ഖൽബിലെപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത. ഖിളിർ നബി അലൈഹിസ്സലാമിനെ കണ്ട ഒരു ചെറിയ സംഭവം ഇന്നത്തെ സദസ്സിൽ ഞാൻ അങ്ങ് പറഞ്ഞു ഞാൻ എൻ്റെ സംസാരം അങ്ങ് നിർത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാപ്പാനെയും ഉമ്മാനെയും നല്ല രൂപത്തിൽ പരിഗണിക്കണം, അവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞില്ലേ. ഖിളിർ നബി അലൈഹിസ്സലാമിനെ കാണാൻ പറ്റിയ ഒരു അമൽ. എത്രയോ മഹാന്മാര് ഖിളിർ നബിയെ കണ്ടിട്ടുണ്ട്. സദസ്സിലുള്ളവർ ഒരു മിനിറ്റ് ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഇൻഷാ അല്ലാഹ് തങ്ങളുപ്പാപ്പയുടെ സംസാരം ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കും, ഉപദേശം നടക്കും. തങ്ങളുപ്പാപ്പാന്റെ നേതൃത്വത്തിൽ ആത്മീയ സംഗമം ഇവിടെ നടക്കും. അല്ലാഹു നമ്മുടെ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. എത്രയോ മഹത്തുക്കൾ ഖിളിർ നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ്, അല്ലാഹു തആല ദറജ വർദ്ധിപ്പിക്കട്ടെ. ഓക്കെ ഉസ്താദിന്റെ ഏറ്റവും വലിയ സമ്പത്തിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുകൾ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാ നിലക്കും എന്തിനാണോ ഉസ്താദ് ഇടപെടുന്നത് അതവിടെ നടന്നിരിക്കും. അതാണ് ശൈഖുനയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഉസ്താദ് ഇടപെട എന്ത് കാര്യമാണ് നടന്നിരിക്കും. ഉസ്താദ് എപ്പോഴും എല്ലാരെ കൂടെയാണ്. എല്ലാരെ പ്രശ്നങ്ങൾക്കും ഉസ്താദ് പരിഹാരമാകും. അത് ഇന്നവരെ കൂടെ മാത്രം അങ്ങനെ ഒന്നില്ല. അത് ചിലപ്പോ പലരും ഇങ്ങനെ പലതും ഒളിച്ചൊടിക്കുന്നല്ലാതെ ഉസ്താദ് എപ്പോഴും എല്ലാരോടൊപ്പം ഐക്യത്തിൽ തന്നെ കഴിയാനാണ്. അത് ഇപ്പോഴാണെങ്കിലും നേരത്തെ ആണെങ്കിലും ഒക്കെ ഉസ്താദ് അങ്ങനെയാണ്. ഉസ്താദ് എല്ലാരെ കൂടെ എല്ലാരെയും ഒന്നിച്ചു കൊണ്ടുപോകാനാ ഉസ്താദ് ശ്രമിക്കുക. ശിഷ്യന്മാരായ ഞങ്ങളോടും പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ എവിടെ പോയാലും ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റൂല, എല്ലാരെയും ഒന്നിച്ചു കൊണ്ടുപോകണം. അതാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുകൾ. കോഴിക്കോട്ടും അതാ സൗദി വിസ സ്റ്റാമ്പിംഗ് കോഴിക്കോട്ടുനിന്നും തുടങ്ങി. കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടാണെന്ന് ചാനലിൽ വന്നു. ഇതുപോലെ തന്നെ പെരുന്നാക്ക് എന്റെ കർണാടകയിൽ ഒറ്റ ലീവാണ്. ഞാൻ എന്റെ വാലും കഴിഞ്ഞിട്ട് പെരുന്നാന്റെ ടൂറിന് പോയിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് ഭാര്യ വീട്ടിലെങ്കിലും പോണ്ടേ. ഇന്നലെ പോകാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോ ഇവിടുന്ന് പോയിട്ട് നാളെയാ പോകേണ്ടത്. കാരണം പിറ്റേന്ന് നിങ്ങളെ ഫറോക്കിൽ വേലേറ്റത് കൊണ്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, സുബ്ഹാനല്ലാഹ്, കേരളക്കാർക്ക് പെരുന്നാളിന് 2 അവധിയാണ്. 2 ദിവസം അവധി കിട്ടിയില്ലേ? ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഇടപെടുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഓക്കെ ഉസ്താദിന്റെ വലിയ സമ്പത്താണത് ഉസ്താദ് അവരുകൾ. അങ്ങനെ ഓക്കെ ഉസ്താദിന്റെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ അതിൽ കണ്ടു വടകര മുഹമ്മദ് ആജി തങ്ങള് അതാ ഇങ്ങനെ പോകുന്നു. ഓക്കെ ഉസ്താദ് ദർസ് നടത്തുന്നു. ഓക്കെ ഉസ്താദിനോട് പറഞ്ഞു, ഖിളിർ നബിയെ ഇന്ന് കാണാൻ പോവാണ്, നിങ്ങൾ വരുവോ? പുസ്തകത്തിലുള്ളതാണ്. ഓക്കെ ഉസ്താദ് പറഞ്ഞു, വരാൻ താല്പര്യമുണ്ട്, വന്നാ സബക്ക് മുടങ്ങി പോകും. സുബ്ഹാന ജല്ല ജലാലുഹു. ഓക്കെ ഉസ്താദ് ചിന്തിക്കുകയാണ്, ഖിളിർ നബി അലൈഹിസ്സലാമിനെ കാണാൻ പോന്നിട്ട് സബക്ക് മുടങ്ങിയാൽ ഖിളിർ നബിക്ക് ഇഷ്ടം ഉണ്ടാവൂല. അങ്ങനെയല്ലേ ദർസ് ചൊല്ലി കൊടുക്കുന്നവർക്ക് ലസ്സത്ത് അതാണ്. ആ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് അല്ലാഹു തആല അവരുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. വടകര മുഹമ്മദാജി തങ്ങൾ തിരിച്ചു പോന്നിട്ട് കണ്ട സംഭവങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും കാണാം. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അതേ സമയത്ത് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, ഞാൻ ഇങ്ങനെ അതാ ബനു ഇസ്രായേലുകാരുടെ ഒരു സ്മാരകം, അവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഒരാളുണ്ട്. അതെ, അദ്ദേഹം വല്ലാതെ അദ്ദേഹത്തെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. നോക്കുമ്പോൾ അതാരാണ്? അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി അദ്ദേഹം ഖിളിർ നബി അലൈഹിസ്സലാമാണ്. ഞാൻ ആ ആളോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്നൊന്ന് പറയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഖൂക്കൽ ഖിളിർ, നിങ്ങളെ കൂട്ടുകാരനായ ഖിളിർ നബിയാണ് ഞാൻ. ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ പറഞ്ഞു. അപ്പൊ ഖിളിർ നബിയോട് ഞാൻ ചോദിച്ചു, ഉരീദു അൻ അസ്അലക, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, ചോദിക്കട്ടെ? ഖിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു, സൽ, എന്താ ചോദിക്കേണ്ടത് ചോദിച്ചോളൂ.
അപ്പൊ ചോദിച്ചു ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ, മാ തഖൂലു ഫി ശാഫിഈ, ശാഫിഈ ഇമാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഖുദർ നബി അലൈഹിസ്സലാമിനോടാ ചോദിക്കുന്നത്. ഇമാം ഇസ്മാഈലുൽ ഹിക്കിൽ ബറൂസമി തങ്ങൾ തഫ്സീർ റൂഹുൽ ബയാനിൽ സൂറത്തുൽ അഹ്ഖാഫിൽ വവസ്സൈനൽ ഇൻസാൻ എന്ന ആയത്തിന്റെ തഫ്സീരിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ ചോദിച്ചു, ഷാഫി ഇമാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹുവ മിനൽ ഔതാദി, ഷാഫി ഇമാം എന്ന് പറഞ്ഞാൽ ഔലിയാക്കളെ കൂട്ടത്തിൽ അഖ്താബുകളുണ്ട്, ഔതാദുകളുണ്ട്, നുജബാനുകളുണ്ട്. ഷാഫി ഇമാം ഔതാദുകളിൽപ്പെട്ട വലിയ മഹാനാണ്. ഇനി അടുത്ത ചോദ്യം, മാ തഖൂലു ഫി അഹ്മദ് ഇബ്നു ഹംബൽ ഇമാമി സുന്ന, ഇമാമു സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പറഞ്ഞു, ഹുവ റജുലുൻ സിദ്ദീഖുൻ, സിദ്ദീഖീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നു, മാ തഖൂലു ഫി ബിശ്ർ ഇബ്നുൽ ഹാരിസ്, ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഖദർ നബിയെ, ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, റജുലുൻ, ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹാനാണ്. ആ മഹാന് ശേഷം അതുപോലൊരു മഹാൻ ജനിച്ചിട്ടില്ല, അത്രയും വലിയ മഹാനാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ പറയാണ്, ഫഖുൽതു, ഞാൻ ചോദിച്ചു, ബി അയ്യി വസീലത്തിൻ റഅയ്തുക, ഷാഫി ഇമാമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു തന്നു. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു. ബിശ്ർ തങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു. അല്ല, ഞങ്ങളെ നാട്ടിൽ ഇന്ന് പലരുണ്ടല്ലോ, ഇവിടെ പലർക്കും ഖദർ നബിയാകുന്ന നിങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതേ സമയത്ത് ഫബി അയ്യി വസീലത്തിൻ റഅയ്തുക, എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞത്? ഞാൻ എന്ത് അമല് ചെയ്തിട്ടാണ് ഖദർ നബിയെ? ഉടനെ ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ബിബിർരിക ഉമ്മക, ഓ ഇബ്രാഹിമുൽ ഖവാസ് തങ്ങളെ, നിങ്ങളെ മറ്റുള്ള ഇബാദത്തുകളെ കൊണ്ടൊന്നുമല്ല എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ബിബിർരിക ഉമ്മക, നിങ്ങളെ ഉമ്മാക്ക് നിങ്ങൾ ഗുണം ചെയ്തത് കൊണ്ടാണ്. അപ്പൊ ബാപ്പക്ക് ഗുണം ചെയ്താൽ, ഉമ്മാക്ക് ഗുണം ചെയ്താൽ, ഖദർ നബി അലൈഹിസ്സലാമിനെ കാണാൻ പറ്റിയ ദറജയിലേക്ക് വരെ അല്ലാഹ് അങ്ങ് ഉയർത്തും കേട്ടോ. അങ്ങനെയാണ് ഇബ്രാഹിമുൽ ഖവാസ് തങ്ങളെ അല്ലാഹ് ഉയർത്തിയത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നന്നായി ശ്രദ്ധിച്ച് നല്ല തഖ്വയോടെ ജീവിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഒരുങ്ങണേ. ഇത് സാധുവായ ഞാൻ എൻ്റെ ഖാത്തിഅത്തായ മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് ഖുർആനിൽ പറഞ്ഞതുപോലെ ഞങ്ങളെ എല്ലാം മുത്തഖീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങൾക്ക് ഇമാമായാകുന്ന കോലത്തിൽ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദ എന്ന ആ അയ്യാമുത് തശ്രീഖിന്റെ ദിവസത്തിലാണ് നാം ഉള്ളത്. നീ ഞങ്ങൾക്കെല്ലാം തഖ്വ നൽകണം റഹ്മാനേ, പാപങ്ങൾ പുറത്തു തരണം റഹ്മാനേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക ഇൻഷാ അല്ലാഹ്. തങ്ങളുപ്പാപ്പ, മുത്തന്നൂർ തങ്ങളുപ്പാപ്പ ഇന്ന് ഞങ്ങൾക്കൊക്കെ വലിയ ആവേശം, വലിയ നമ്മുടെ പ്രസ്ഥാനത്തിന് തന്നെ വലിയ ആവേശം. തങ്ങളുപ്പാപ്പയുടെ ഉപദേശവും തങ്ങളുപ്പാപ്പയുടെ ദുആയും അതൊക്കെ വലിയ ആവേശമാണ്. ജനങ്ങൾക്കൊക്കെ ഒരുപാട് ഖൈർ അതുകൊണ്ട് ഉണ്ടാകാറുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് നിരവധി സദസ്സുകളിൽ ആത്മീയമായ നേതൃത്വം നൽകുന്നു. മുത്തന്നൂര് തങ്ങളുപ്പാപ്പനെ കിട്ടണമെന്ന് പലരും ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു.
അപ്പൊ അങ്ങനെ വലിയ ഒന്നരായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ഉസ്താദിന്റെ പ്രത്യേകമായ പൊരുത്തം കൂടി അല്ലാഹു തആല തങ്ങളുപ്പാപ്പാക്ക് നൽകിയിട്ടുണ്ട്. എത്രയോ മദ്രസ തങ്ങൾ തന്നെ പോകണ പല സദസ്സിലും സ്വാഗതം പറയുന്ന ആളുകളൊക്കെ പറയാ മദ്രസയുടെ കാര്യമാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഓരോരുത്തരും എത്രയോ സ്ഥലങ്ങളിൽ മദ്രസ തങ്ങളുപ്പാപ്പ ഇങ്ങനെ ഉണ്ടാക്കുന്നു. ഉണ്ടാക്കിയ മദ്രസകൾ തന്നെ വിപുലീകരിക്കുന്നു. ഇങ്ങനെ കുട്ടികൾക്ക് പഴയ അംഗനവാടി ഇവിടെ പറയണ്ടെന്നറിയില്ല, ഉണ്ടോ അംഗനവാടി എന്ന് പറയാം, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെ പറയാം. അംഗനവാടിയൊക്കെ ഇപ്പൊ മാറിയിട്ട് ഇപ്പൊ അംഗനവാടിക്ക് പറഞ്ഞേക്കാൻ കൂടുതൽ ആളുകൾക്ക് താല്പര്യമൊന്നുമില്ല. പൈസ കൊടുത്താലും കിൻഡർ ഗാർട്ടൻ എന്നാ പറയാ. കിൻഡർ ഗാർട്ടൻ അങ്ങനെയാ. അംഗനവാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്ന പോലെ ഞങ്ങളെ മദ്രസകളൊക്കെ പഴയ അംഗനവാടി ആകാൻ പറ്റില്ല. പല സ്ഥലത്ത് നോക്കുമ്പോ വരുമാനം ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ വരുമാനം. എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. മദ്രസ നോക്കുമ്പോ ഈ പഴയ അംഗനവാടിയെ പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. അൽഹംദുലില്ലാ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ എത്ര സ്ഥലങ്ങളിലാണ് നല്ല ഹൈഫൈ മദ്രസയാണ്. ഒക്കെ വേണമല്ലോ, വേണ്ടത് തന്നെയല്ലേ. അപ്പൊ അതൊക്കെ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഇടപെടലുകൊണ്ട് പലയിടത്തും വലിയ മാറ്റം വരുന്നുണ്ട്. അല്ലാഹു അങ്ങനെ സദസ്സിന് നേതൃത്വം നൽകാനും പറ്റും, കാര്യങ്ങൾക്ക് ഇടപെടാനും പറ്റും, ഓടിപ്പായാനും പറ്റും. അല്ലാഹു നല്ല ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. ഇങ്ങനെ എല്ലാം ആളുകളോട് സംസാരിച്ച് വേണ്ടതൊക്കെ തർത്തീബ് ചെയ്ത് ഒക്കെ പറ്റും. ഇവിടെ വന്നപ്പോഴും സംഘാടകരോട് ഞാൻ ചോദിച്ചു, പിന്നെ പിരിവ് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഉണ്ടോന്ന് ചോദിച്ചപ്പോ സംഘാടകർ പറഞ്ഞു, കൂടുതലൊന്നും വേണ്ട, 1000 രൂപ പോലെ ആരെങ്കിലും തന്നാല്. പരിപാടിക്ക് പലരും സഹായിച്ചിട്ടുണ്ട്. എന്നോട് ഇവിടുത്തെ സംഘാടകർ പറഞ്ഞു, ഇവിടെ നമ്മളെ പ്രവർത്തകർ ഇറങ്ങിയപ്പോ എല്ലാരും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്, എന്നാലും തികഞ്ഞിട്ടുണ്ട് എന്ന് എവിടെയും പറയാറില്ല. അങ്ങനെ ഉണ്ടല്ലോ, ചോദിച്ചാലേ ഇല്ല പോരാന്നാ പറയാ. അങ്ങനെ കാര്യമായിട്ട് പറയണ ഒരു മറുപടി അതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെയും വേണമെന്നൊക്കെ ചോദിച്ചപ്പോ തങ്ങളുപ്പാപ്പ വരുന്ന സ്ഥലത്ത് ഞാൻ പിരിവടത്തിന് അതിനൊരു രസമില്ല എന്ന് മാത്രല്ല, അത് കുറെ നേരം നീണ്ടതായി നിങ്ങൾക്ക് തോന്നും. തങ്ങളുപ്പാപ്പ ചെറിയ സമയമാകുമ്പോഴേക്കും പിന്നെ അങ്ങനെ സമയം പോണത് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ സദസ്സിന് എല്ലാ അർത്ഥത്തിലുള്ള നേതൃത്വം ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയാണ്. കഴിഞ്ഞ ആഴ്ച എന്ന് തോന്നുന്നു ഞാന് പിന്നെ ഓമാനൂർ ശുഹദാക്കൾ ആണ്ട് നേർച്ച, അവിടെയും അന്ന് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയാണ് അവിടെ സ്റ്റേജിൽ ദുആക്ക് നേതൃത്വത്തിനുണ്ടായത്. പക്ഷെ ഞാൻ സ്റ്റേജിൽ എത്തിച്ചേരുമ്പോഴേക്ക് തങ്ങളുപ്പാപ്പ പെട്ടെന്ന് അർജന്റ് എവിടെയോ പോകാനുള്ളത് കൊണ്ട് തങ്ങൾ പെട്ടെന്ന് പോയി എന്ന് അവിടെ പറഞ്ഞു. അപ്പൊ തങ്ങളെ കാണാത്തതിന്റെ പേരിൽ സങ്കടം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഇവിടെ നിങ്ങളെ ഈ എന്താ നല്ലൂർ വളവ് എന്താ ആ വളവ്, ഏതായാലും സംഭവം വളവാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ അൽഹംദുലില്ലാ തങ്ങളുപ്പാപ്പനെ കാണാനും കൈ മുസാഫത്ത് ചെയ്യാനും ഒക്കെ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അള്ളാഹു അവരുടെയൊക്കെ നേതൃത്വം ദീർഘകാലം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഒക്കെ തണലിലായി അവരുടെ പൊരുത്തം വാങ്ങി മഹാന്മാരായ സാദാത്തുക്കളെ മഹബത്ത് വെച്ച് നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ പൊരുത്തം വാങ്ങി അവരുടെ ഉപദേശമനുസരിച്ച് മുന്നേറാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഞാൻ ഇവിടെ വന്നപ്പോൾ ഭക്ഷണം തന്ന നമ്മളെ ഫൈസൽ എന്ന് തോന്നുന്നു, അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ദുആ വസിയത്തോടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.